ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അന്നാസ് മെറി വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അട്ടാണി റൈസ് ആണ് കേട്ടോ, അഥവാ ഗ്രീൻ പീസ് റൈസ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം, വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. സാമാന്യം നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു പാവം റെസിപ്പിയാണ്, സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട എങ്ങനെയാണ് നമ്മുടെ ഈ അട്ടാണി റൈസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് വെള്ളം എടുക്കണം. ഒരു കലത്തിനകത്ത് വെള്ളം എടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള സ്പൈസസ് ഇടാം. ചിലർക്ക് ചില ഫ്ലേവറുകൾ ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം കേട്ടോ. റൈസ് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി അതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇതിനുശേഷം അരി കഴുകിയെടുക്കണം. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം. ചെറിയ അരിയോ വലിയ അരിയോ, അതായത് ജീരകശാല അരിയോ അല്ലെങ്കിൽ ബസ്മതി റൈസോ. ഇതെല്ലാം ബിരിയാണി റൈസ് എടുക്കാനായിട്ട് താല്പര്യമില്ല, ബിരിയാണി റൈസ് പെട്ടെന്ന് ഇല്ലെന്നാണെങ്കിൽ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയില്ലേ, വൈറ്റ് റൈസ്, നമ്മുടെ ചാക്കരിയും ഇതിനകത്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി കുതിർത്താൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം അരി നമുക്കിതിനകത്തേക്ക് ഇടാം. ഇനി അതോടൊപ്പം തന്നെ പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. എന്നാലേ അരിയുടെ അകത്തൊക്കെ ഉപ്പ് നന്നായിട്ട് ഉണ്ടാവുള്ളൂ. ചോറ് വെന്ത് വരുമ്പോഴത്തേക്ക് ഉപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 80% വെന്താൽ മതി കേട്ടോ. ഒത്തിരി വെന്തിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് കുഴഞ്ഞു പോവും. ഇതിപ്പോൾ ഒരു 80% വെന്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഊറ്റി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മുടെ റൈസ് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ക്യാരറ്റ്, സവോള, പച്ചമുളക്, മല്ലിയില, വെളുത്തുള്ളി, ഇത്രയും കാര്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഓയിലും അതുപോലെ തന്നെ ഒരല്പം നെയ്യും ചേർത്തിട്ടുണ്ട്. നെയ്യ് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് മുന്തിരിങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. കശുവണ്ടി വേണ്ടവർക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. കിസ്മിസ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം മറ്റുള്ള പച്ചക്കറികൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സവോള, ക്യാരറ്റ്, ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒത്തിരി നേരം ഇത് വെക്കൊന്നും വേണ്ട. ഇതിനകത്തേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് കണ്ടോ, ഇങ്ങനത്തെ ഫ്രോസൺ ഗ്രീൻ പീസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി ഒന്നും വേവേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു വെന്ത് മതി. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു തുള്ളി ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഉപ്പ് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് കൂടി വേണമായിരുന്നു. അങ്ങനെ ഉപ്പും ഒരല്പം ഗരം മസാലയും അതോടൊപ്പം ഒരു 2 ടേബിൾ സ്പൂണോളം കസൂർ മേത്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ അട്ടാണി റൈസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഗ്രീൻ പീസൊക്കെ വാങ്ങിക്കുന്ന നേരത്ത് ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഫ്ലേവർ ആയിട്ടോ. ഇനി നമ്മൾ കഴിക്കുന്നതിന് മുമ്പായിട്ട്, സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണം ഗീ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് ഗീയുടെയൊക്കെ നല്ല ഒരു ഫ്ലേവർ ഉണ്ടാവുക. ഇത് നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം. ഞാനിവിടെ ജസ്റ്റ് തൈരും അതുപോലെ തന്നെ കുറച്ച് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതുമാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികൾ ആഡ് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.